അപ്പൊ സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് നമ്മുടെ അമേരിക്കൻ കമ്പനിയായ കോസ്കോ കമ്പനിയിൽ പോയി ഞങ്ങളെല്ലാവരും കൂടെ കൂടി ഒരു മത്സ്യം വാങ്ങിച്ചുകൊണ്ട് വന്നു. അത് ഒമേഗ 3 ഏറ്റവും കൂടുതലുള്ള ഒരു മീനാണ്. ഇത് അതിൻ്റെ കൈക്കോട് കൂടിയാണ് വരുന്നത്. ഇതിൻ്റെ ബില്ലുണ്ട്. വളരെ എന്നാ പറയുന്നത്, യാതൊരു അണുക്കളും ഒന്നും കയറാത്ത രീതിയിൽ അവരുടെ ഗോഡൗണിനകത്ത് ഇരിക്കുന്ന സംഭവമാണ്. ഗോഡൗണിലല്ല, അവരുടെ ഷോപ്പിൽ. അപ്പോൾ അവൻ്റെ കൂടിയാണ് ഇങ്ങനെ പൊട്ടിക്കുകയാണ്. ഇത് ഏതാണ്ട് ഇവിടുത്തെ $82 ഉണ്ട്. ഡേറ്റും ഒക്കെ ഉണ്ട്. അതിൽ 21.99 per kilo, 3.25 കിലോ ഉണ്ട്. അപ്പം ഇവനെ നമ്മളൊന്ന് വായിക്ക് പൊട്ടിച്ച് ഒന്ന് റെഡിയാക്കാൻ പോവുകയാണ്. ഇതേ, അപ്പോൾ ഇവനെ നമ്മൾ തന്നെ നല്ല അതിനുവേണ്ടി പ്രത്യേക കത്തിയുണ്ട്, എന്നാ പറയുന്നത്, കത്രിയുണ്ട്. ഞാൻ കുറച്ചൊരു എളുപ്പം ഒഴിക്കാൻ കത്രിക കൊണ്ട് കട്ട് ചെയ്യുകയാണ്. ഇത്തിരി വലിയ കട്ടിയുള്ള മീനല്ലത്, നല്ല ഏറ്റവും കൂടിയ മീനാണ്. കിലോയ്ക്ക് $21 എന്ന് പറയുമ്പോൾ നാട്ടിലെ 1000 രൂപ ആണ് കിലോയ്ക്ക്. പക്ഷേ ഇത് നമ്മൾ ഹോൾസെയിലായിട്ട് വാങ്ങിച്ചതുകൊണ്ട് അവരുടെ ഒരു സ്പെഷ്യൽ വിലയാണ്. അല്ലെങ്കിൽ ഇതിന് $30 ആണ്. അതൊരു 10 രൂപ, $500 വ്യത്യാസം വരും. അല്ല, 50 രൂപയുടെ വ്യത്യാസം വരും. ഓക്കെ, അപ്പോൾ ഒരു സൈഡ് കട്ട് ചെയ്തു. അടുത്ത സൈഡ് ഇതിൻ്റെ ഇത് കണ്ടോ, ഇരിക്കുന്ന കണ്ടോ, നല്ല ഈ കളർ വേറെ ഒരു മീനും ഇങ്ങനെ കിട്ടത്തില്ല. അതുപോലെയാണ് അതിൻ്റെ വിലയും. ഞങ്ങൾ വല്ലപ്പോഴൊക്കെ വാങ്ങിക്കുള്ളൂ, എപ്പോഴും ഒന്നും വാങ്ങിക്കുകയല്ല. അത് മുതലാകുന്ന പണിയല്ലല്ലോ. അപ്പോൾ ഇതിങ്ങനെ വാങ്ങിച്ചാൽ അതിന് വലിയ എന്താ പറയുന്നത്, മുള്ളുമൊന്നുമില്ല. സാധാരണ മീൻ്റെയാണ് ഇങ്ങനെ കട്ട് ചെയ്യാൻ പറ്റുകയില്ല കേട്ടോ. ഇതിൻ്റെ ആ സോഫ്റ്റ്നെസ് കൊണ്ടാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ അറ്റ്ലാന്റിക് സമുദ്രത്തിലും പസഫിക് സമുദ്രത്തിലും ആഴക്കടലിലും വളരുന്ന മത്സ്യമാണിത്. ഇതിനെപ്പറ്റി ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കൃത്യമായിട്ട് പറയും. ഏതാണ്ട് കിലോമീറ്ററുകളോളം സഞ്ചരിച്ച് പോകുന്ന മത്സ്യം ആയതുകൊണ്ട് തന്നെ ഇത് ഒത്തിരി നെയ്യൊന്നും ഇതിനില്ല. പിന്നെ ഇത് എന്താ പറയുന്നത്, നമുക്ക് എനിക്കറിയത്തില്ല, ഓസ്ട്രേലിയയിൽ ഉണ്ടോ എന്നറിയത്തില്ല, നമ്മുടെ നാട്ടിലുമൊക്കെ. ഇത് അമേരിക്കൻ ഐക്യ നാടുകളിൽ നിന്നൊക്കെ തണുപ്പ് രാജ്യത്തു നിന്ന് വരുന്ന സംഭവമാണ്. അപ്പോൾ ഇതിൻ്റെ വാലൊക്കെ നമ്മൾ മുറിച്ചു. ഇനി ഇതിനെ നമ്മൾ അടുത്ത ഇതിലേക്ക് വഴുക്കളുള്ളതുകൊണ്ട് അടുത്തതിലേക്ക് പോവുകയാണ്. എന്താ പറയുക, ചെതുമ്പൽ. ഇതിനെ തൊലി പൊളിക്കാമെന്ന് അറിയത്തില്ല. ഇതിന് തൊലി ഗുണമുള്ളതായതുകൊണ്ട് തൊലി പൊളിക്കുന്നില്ല. അപ്പോൾ ഇവൻ്റെ ഈ ചെതുമ്പൽ പൊളിക്കുന്ന എന്തോ ഒരു മെഷീനൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ എടുക്കാൻ സമയമില്ല. അതൊക്കെ ഇങ്ങനെ പെട്ടിക്കാതിരിക്കുക. അപ്പോൾ കിട്ടുന്ന സമയത്തിന് പെട്ടെന്ന് റെഡിയാക്കി എടുക്കണം. വേണ്ട, ഇത് ഈസിയാണ് ഇവനെ ഇങ്ങനെ എടുക്കാനായിട്ട്. 2-3 പ്രാവശ്യം ഒന്ന് വലിക്കണം. അടുത്ത സൈഡ് 4 കിലോയിലെ 6 കിലോയുടെ വലുപ്പം തോന്നുന്നുണ്ട്. ഓക്കെ, നമ്മുടെ നാട്ടിലെ എന്താ പറയുന്നത്, വലിയ ചൂര ചെറുപ്പത്തിൽ നാട്ടിലൊക്കെ തോട്ടിലൊന്നൊക്കെ പിടിച്ചിട്ടുണ്ട്. വാള, അതുപോലെ വലിയ ഞങ്ങൾ ഊരിൽ ഇങ്ങനെയുള്ള മത്സ്യങ്ങളൊക്കെ ഇതുപോലെ പിടിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് എന്താ പറയുന്നത്, ഇങ്ങനെ ചെറുപ്പത്തിലൊരു ശകലം വഴുക്കളുണ്ട്, നന്നായിട്ടുണ്ട്. അതാണ് അതിൻ്റെ ഗുണം. ഇതിൻ്റെ തല പോലും ആൾക്കാർ മേടിച്ച് കറി വെക്കും. ആൾക്കാരിൻ്റെ നമ്മളും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. തല വാങ്ങിച്ച് പിന്നെ നല്ല രീതിയിൽ മാങ്ങ ഇട്ടിട്ട് കറി വെക്കാൻ ബെസ്റ്റാണ്. വേണ്ട, ചെതുമ്പൽ ഏതാണ്ട് നമ്മൾ എടുത്ത് കഴിഞ്ഞു എന്ന് പറയാം. ഇങ്ങനെ തന്നെ നിർത്തിക്ക് വേണ്ടി ചെതുമ്പൽ എടുക്കുകയാണെങ്കിൽ സംഗതി നീറ്റായിട്ട് അങ്ങ് പോരും. എൻ്റെ ഇവിടെയൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവനെ ഒന്ന് വാഷ് ചെയ്തെടുത്തു. ചെതുമ്പലൊക്കെ എടുത്ത് വേണ്ട. അയ്യടാ, ഇതാണ് അതിൻ്റെ മറു സൈഡ്. വേണ്ട, അതിൻ്റെ അകത്തെ ഇന്നർ പാർട്സ് ഒക്കെ എടുത്തിട്ടാണ് അവർ തരുന്നത്, സ്മെല്ലൊന്നും വരാതിരിക്കാൻ വേണ്ടി. ഇതിനകത്തൊരു 10 മത്സ്യം കിടക്കുന്നുണ്ടാവും അവൻ്റെ ബെല്ലിക്കകത്ത്. ഓക്കെ, അപ്പോൾ ഇവരെ ഒന്ന് കട്ട് ചെയ്ത് നമുക്ക് എടുക്കണം. ഇനി വലിയൊരു ഇത് കണ്ടോ, നമ്മുടെ ഗ്രാനൈറ്റും ഇതിൻ്റെ പുറവും ഒരുപോലെ ഇരിക്കുന്നില്ലേ? അതെന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പ്രത്യേകം അതിനെ ഇംഗ്ലീഷുകാരൻ ചെയ്തത് മാറ്റിയിട്ട് നമ്മുടെ മലയാളി ഏറ്റുമാനൂക്കാരൻ സോണി എഞ്ചിനീയർ
അദ്ദേഹം ദുബായിലൊക്കെ വലിയ കമ്പനിയുടെ പ്രോജക്റ്റ് മാനേജറൊക്കെ ആയിരുന്നു. അദ്ദേഹം ഇവിടെ വന്നിട്ട് പുള്ളിയെ കൊണ്ട് ചെയ്യിപ്പിച്ചാണത് നല്ല ഭംഗിയായിട്ട്. അപ്പം നമ്മളിവനെ ഒന്ന് പീസാക്കാൻ പോവുകയാണ്. ഓക്കെ, വേറൊരു സ്റ്റൈലിലാണ് പീസാക്കുന്നത്. ഇതേ ആ കനം കുറഞ്ഞ പീസ് കട്ട് ചെയ്ത് മാറ്റുക. ഓക്കെ, എടുത്തു വെച്ചില്ല പാത്രം. അടുത്തത് പീസ് ഇതാണ്. ഇടയ്ക്കൂടിയൊക്കെ ഓരോ മുള്ളു മാത്രമേ ഉള്ളത്. അതുകൊണ്ട് ഏറ്റവും നല്ല സാധനമാണ്, മത്സ്യമാണ്. ഇനി നമുക്ക് തല മുറിക്കാൻ അവിടെ പിടിച്ചപ്പോൾ ഒരു തടസ്സം. കണ്ടോ, ഇനി നമുക്ക് ഓരോ പീസായിട്ടൊക്കെ മുറിക്കാതെ കട്ട് ചെയ്ത് വന്ന് കഴിയുമ്പം ഈ പറയുന്ന മെഷീനല്ല ശരിക്കും കട്ട് ചെയ്യേണ്ടത്. നമുക്ക് മെഷീനില്ല, പക്ഷേ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ അവർ കട്ട് ചെയ്ത് മെഷീൻ കൊണ്ട് കട്ട് ചെയ്ത് നല്ല പീസുകളാക്കി നല്ല സ്റ്റൈലായിട്ട് ക്ലീൻ ചെയ്ത് വെട്ടി നമുക്ക് തരും. ഇതിന് പ്രത്യേകിച്ച് പൈസ ഒന്നുമില്ല, ഫ്രീ ആയിട്ട് ചെയ്ത് തരും. അതിനാണ് വില കൂടുതലുണ്ടായിരിക്കും. ഞാൻ പറഞ്ഞില്ലേ, 30 കിലോ ഉള്ള സാധനം നമുക്ക് 21 കിട്ടി. അത് എന്തുകൊണ്ടാണ് ഒന്ന് ബൾക്ക് ആയതുകൊണ്ടും രണ്ടാമത് ഇത് അതിനെ ക്ലീൻ ചെയ്ത് എൻ്റെ ലേബർ കോസ്റ്റാണ്. അപ്പോൾ ഇത് നമ്മൾ തന്നെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അത്രയും പൈസ ലാഭമാണ്. പക്ഷേ അവിടെ ചെയ്ത് തരികയല്ലാത്തതുകൊണ്ട് കേട്ടോ, അതിൻ്റെ ആവശ്യമില്ല. ഏതാണ്ട് പകുതിയോളമായിട്ടുണ്ട്. ഒരു നല്ലൊരു ദ്വാരമാണ്, കാരണം സൂക്ഷിച്ച് ചെയ്തില്ലെങ്കിൽ കത്തിക്ക് ഭയങ്കര മൂർച്ചയുള്ള കത്തിയാണ്. ഇവിടെ കൈയൊക്കെ മുറിഞ്ഞ് കിട്ടും. ഇങ്ങനെ കട്ട് ചെയ്യുമ്പോഴാണ് എനിക്ക് ഓർമ്മ വരുന്നത്, നാട്ടിലൊന്നും നമ്മളൊന്നും മീൻ വെട്ടാറില്ല. കാരണം നമ്മുടെ മീൻ പിടിച്ചങ്ങ് കൊണ്ടേ കൊടുത്തു കഴിഞ്ഞാൽ അമ്മമാർ വെട്ട ഒരു വെട്ടി നല്ല കറി വെച്ച് പാത്രത്തിൽ തരുമ്പോൾ നമ്മൾ കഴിക്കും അല്ലേ. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും അല്ല. അതിനാൽ ഇതിനെ കൊണ്ടൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് അത് കട്ട് ചെയ്തെടുക്കാൻ. ഞങ്ങളുടെ നാട്ടിൽ ഞാനും എൻ്റെ സഹോദരൻ ജോസും ടോമിയും പിന്നെ ചാച്ചൻ്റെ കൂടെ ഞങ്ങൾ ആറ്റിപ്പോയി മീൻ പിടിച്ചിട്ടുണ്ട്, ചാലിൽ പോയി മീൻ പിടിച്ചിട്ടുണ്ട്, പിന്നെ വാളെ പിടിച്ചിട്ടുണ്ട്. ഞങ്ങൾ അങ്ങനെ അത്യാവശ്യം മീന് എങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യാനുള്ളൊരു വർഷമുണ്ട്. പക്ഷേ ഇവിടെയും പോകാറുണ്ട് ഞങ്ങൾ. ഒരു ദിവസം നമുക്കൊരു ഫിഷിങ്ങിൻ്റെ ഒരു വീഡിയോ ഉണ്ടാക്കി തരാം. ഇപ്പോൾ ഇവനെ ഇങ്ങനെ ഇതാണ്ട് തീർന്നു. ഇത്രയും ചെയ്ത് കൊടുത്താൽ പിന്നെ ഇവിടുത്തെ ലേഡീസ് ബാക്കി കാര്യങ്ങൾ കൈകാര്യം ചെയ്തോളും. വാൽഭാഗത്തോട്ട് വരുന്നതോറും കണ്ടോ, അതിൻ്റെ കളർ കണ്ടോ, നല്ല മഞ്ഞ കളർ. അങ്ങനെ വല്ലപ്പോഴുമൊക്കെ നമുക്ക് കഴിക്കാം. തീർന്നു. വാലും തലയും സെപ്പറേറ്റ് കൈ കിട്ടി. തലയെ ഞങ്ങൾ കളയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇത്രയേ ഉള്ളൂ. ഇത്രയും വലിയ ഈ 5 കിലോ വലിപ്പമുള്ള മീനിൻ്റെ വായിക്ക് ചെറിയ മീനിലെ മത്സ്യങ്ങളൊക്കെ ആയിരിക്കും ഭക്ഷിക്കുന്നത്. ഇവൻ്റെ തലയിൽ കൂടെ ഞാൻ വിട്ട് റെഡിയാക്കി എടുക്കുകയാണ്. അത് നല്ല ടേസ്റ്റുള്ള സംഭവമാണ്. യാതൊരുവിധ ഐറ്റംസ് ഒന്നും ഇതിനകത്തില്ല. നല്ല ക്ലീനാണ്. അപ്പം നമ്മുടെ 4.5 കിലോ സാൽമാൻ ഫിഷിനെ വെട്ടി പീസാക്കി റെഡിയാക്കി ഇനി ചെറിയ പീസുകളൊക്കെ ആക്കിയെടുത്ത് നേരെ അതിനെ ബാർബിക്യൂ ചെയ്യാനുള്ള സൈസ്. ഇത് ബാർബിക്യൂ ചെയ്യാനുള്ള വലിയ മസാലയൊക്കെ പുരട്ടി നേരെ ബാർബിക്യൂ ചെയ്യാം. പിന്നെ ചെറുതിനെയൊക്കെ വെട്ടി ചെറിയ പീസുകളാക്കി കറി വെക്കാം. പിന്നെ ഫ്രൈ ചെയ്യാം, ഇതുപോലെ ചെയ്യാം. നമ്മൾ റെഡിയാണ്. അടുത്ത ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഇത് കൈകാര്യം ചെയ്യും, ട്രാൻസ്ഫർ ചെയ്യാണ്, ഹാൻഡ് ഓവർ ചെയ്യാണ്. ഓക്കെ, ബൈ, താങ്ക് യു.